നാലാം ഹിറ്റ്സ് ആരംഭിക്കുകയാണ്. നാലാം ഹിറ്റ്സ് ആരംഭിക്കുകയാണ്. നാലാം ഹിറ്റ്സിൽ ആരൊക്കെയാണ് വള്ളങ്ങൾ? നാലാം ഹിറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ എവിടെ നാലാം ഹിറ്റ്സ് ഒന്നാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ BBC കൈനഗിരിയുടെ വിയപുരം ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ, നാലാം ട്രാക്കിൽ ടൗൺ ബോട്ട് ക്ലബിന്റെ കരുവാറ്റ ചുണ്ടൻ. അപ്പൊ ഒന്നാം ട്രാക്കിൽ നിരണം, രണ്ടാം ട്രാക്കിൽ വിയപുരം, മൂന്നാം ട്രാക്കിൽ നടുഭാഗം, നാലാം ട്രാക്കിൽ കരുവാറ്റ. നമുക്ക് അങ്ങോട്ട് പോയാലോ കുറച്ചുകൂടെ താളം കിട്ടും. ഹലോ 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 തുടങ്ങി. അരുൺരാജ് പോരാട്ടം. ട്രാക്ക് 1 നിരണം, ട്രാക്ക് 2 വിയപുരം, ട്രാക്ക് 3 നടുഭാഗം, ട്രാക്ക് 4 കരുവാറ്റ. ഈ ഹീറ്റ്സ് വല്ലാത്ത ഹീറ്റ്സാ. ഈ ഹീറ്റ്സ് ഒരു ഫൈനൽ സമാന ഹീറ്റ്സാ. നിരണമാണോ, വിയപുരമാണോ, നടുഭാഗമാണോ, കരുവാറ്റയാണോ? തലവടി ആനാരി ചമ്പക്കുളം തലവടി. നാലാമതാര, നാലാം ഹീറ്റ്സ് ആരാ? തുടങ്ങി എല്ലാ ഒന്നാം ട്രാക്കിൽ തലവടി ഒന്നാം ട്രാക്കിൽ നിരണം, വിയപുരം, നടുഭാഗം കരുവാറ്റ, നാലാം ട്രാക്കിൽ കരുവാറ്റ. നിരണമാണോ, വിയപുരമാണോ, നടുഭാഗമാണോ, കരുവാറ്റയാണോ? നമുക്ക് അരുൺരാജ് നടുഭാഗം മുന്നിൽ കുതിച്ച് പാഞ്ഞ് നടുഭാഗം. അയ്യോ, നടുഭാഗം ആഞ്ഞു വരിക. അരുൺരാജിനോട് ചോദിക്കാം എന്താണ് വിവരം. കുതിച്ചു പാഞ്ഞു വരുന്നു നടുഭാഗം. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ അരുൺരാജ് ഉണ്ടല്ലോ. അരുൺരാജ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താ നടക്കുന്നത്? നടുഭാഗം ഇപ്പോൾ മുന്നിലാണോ? വിഷ്ണു സുരേഷ് ആയിരുന്നു. നടുഭാഗം കേറുവാണോ വിഷ്ണു? മുന്നിൽ കുമരകം ബോട്ട് ക്ലബിന്റെ ചുണ്ടൻ ഇങ്ങനെ കേറി വരുന്നുണ്ടോ വിഷ്ണു? പറയൂ. അശ്മി നടുഭാഗത്തിന് നേരെ മുൻതൂക്കം. മൂന്നാം ട്രാക്കിലെ നടുഭാഗം, KTBC തുഴയെറിയുന്ന നടുഭാഗം, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ നടുഭാഗം, ഒരുപാട് ചരിത്രം പേറുന്ന നടുഭാഗം. ഇത്തവണ മൂന്നാം ട്രാക്കിൽ കരുത്തുറ്റ പോരാട്ടവുമായി മുന്നോട്ട് കുതിച്ചു വരികയാണ്. തൊട്ടു പിന്നാലെയുണ്ട് വിയപുരം. മരണ ഹിറ്റ്സ്, തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. ഒരുപക്ഷെ ഈ ഹിറ്റ്സിൽ നിന്ന് വിയപുരവും നടുഭാഗവും ഫൈനലിലേക്ക് കുതിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രമാത്രം ശക്തമേറിയ പോരാട്ടം. നടുഭാഗവും വിയപുരവും. KTBC തങ്ങളുടെ 25ാം വർഷത്തിലേക്ക് കടക്കുന്ന KTBC 2004 KTBC, 2005 KTBC, 2006 2007 KTBC, അങ്ങനെ തുടർച്ചയായി 4 തവണ നെഹ്റു ട്രോഫി കുട്ടനാടിന്റെ ഓളങ്ങളിൽ നിന്ന് വെമ്പനാട്ടുകായലിലേക്ക് കൊണ്ടുപോയ KTBC ഇത്തവണ നടുഭാഗത്തിൽ തുഴയെറിയുമ്പോൾ മൂന്നാം ട്രാക്കിലെ നടുഭാഗം കുതിച്ചു കുത്തി ഇങ്ങനെ വരികയാണ്. 1780 മീറ്റർ ട്രാക്കിലേക്ക് ഞങ്ങൾ ആദ്യമെന്ന് പറഞ്ഞുകൊണ്ട് KTBC തുഴയെറിയുന്ന നടുഭാഗം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചാടിക്കയറിയ നടുഭാഗം. ആ നടുഭാഗം കരുത്ത് കാട്ടാൻ എത്തുന്നു. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ കളിച്ച ടീം നടുഭാഗം. ആ നടുഭാഗത്തിന് ഇത്തവണയും മാറ്റമില്ല. ഞങ്ങൾ ഫൈനലിൽ ഉണ്ടാകുമെന്ന് പറയുന്ന നടുഭാഗം, KTBCയുടെ കരുത്തിൽ വരുന്ന നടുഭാഗം. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിയപുരം ചുണ്ടൻ. കഴിഞ്ഞ പുറത്തുള്ള ആലപ്പുഴയ്ക്ക് പുറത്തുള്ള കോട്ടയത്തുള്ള ഒരു ബോട്ട് ക്ലബിന്റെ ബോട്ട് നടുഭാഗം. ആ ബോട്ട് ക്ലബിന് ബോട്ട് നടുഭാഗം കയറി വരിക. നടുഭാഗം നടുവിൽ കയറി വരുന്നു. ഒറ്റയ്ക്ക് കട്ടക്ക് ഇഞ്ചോടിച്ച് കയറി വരുന്നു. പക്ഷേ ഈ നാലാം ട്രാക്ക് കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗമാണ് മുന്നിൽ. നടുഭാഗം ഒപ്പത്തിനൊപ്പം ഇത് മരണ ഹീറ്റ്സ. ഒരു നിവർത്തിയില്ല. കട്ടയ്ക്കാണ് ഇഞ്ചോടിഞ്ച്. നടുഭാഗമാണോ, നിരണമാണോ, നടുഭാഗമാണോ?
ഇതൊരു നൂല് പിടിച്ചാൽ ഒപ്പത്തിനൊപ്പം എന്ന മട്ടിലാണ് SK നോക്ക് ഒരു ആ, വള്ളം ഒപ്പത്തിനൊപ്പം. പാഞ്ഞ് കയറി പോകുന്നുണ്ട്. വിജയകുമാർ. ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം വിയപുരം നടുഭാഗവും. വിയപുരം നടുഭാഗം. നടുഭാഗം വിയപുരം. വിയപുരം നടുഭാഗം. ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വിരണമാണോ വിയപുരമാണോ നടുഭാഗമാണോ കരുവാറ്റയാണോ പറയാൻ പറ്റുന്നില്ല. ഇത് പറയാൻ പറ്റുന്നില്ല. ഇതറിയുന്നില്ല. ഇതറിവില്ല. ഇത് ആദ്യ 3 ഹീറ്റ്സ് പോലെയല്ല. 4ാം ഹീറ്റ്സ് തുല്യശക്തിയുള്ള പോരാട്ടം. 4ാം ഹീറ്റ്സിൽ ആരും ജയിക്കാൻ കഴിയുന്ന പോരാട്ടം. 4ാം ഹീറ്റ്സ് ഒരു ചെറിയ ഫൈനൽ പോലെ. 4ാം ഹീറ്റ്സ് ഫോട്ടോ ഫിനിഷ് ഒന്നും പറയാൻ പറ്റില്ല. മാനസപുത്രനാണ് നിരണം ബോട്ട് ക്ലബ്. അപ്പർ കുട്ടനാടിന്റെ മാനസപുത്രനാണ് നിരണം ബോട്ട് ക്ലബ്. ഫോട്ടോ ഫിനിഷ് ആണെന്ന് പറയുന്നു. മനീഷ് മഹിവാൽ പറയുന്നു ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഫോട്ടോ ഫിനിഷ്. വിഷ്ണു സുരേഷ് ആരാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പറയൂ. വിയപുരം ചുണ്ടനാണ്. വിയപുരം ചുണ്ടൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു. വിയപുരം ചുണ്ടൻ അപ്പർ കുട്ടനാടിന്റെ മാനസപുത്രനാണോ? നിരണമല്ലേ അത്? വിഷ്ണു സുരേഷ്. വിഷ്ണു നേരത്തെ പറഞ്ഞില്ലേ ഈ 3ാം ഹീറ്റ്സിൽ 4ാം ഹീറ്റ്സിലെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് വിയപുരം ചുണ്ടനാണ്. എവിടെയോ ജോജോ